മുംബൈ സിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാച്ച്. ഈ ഒരു മാച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കാണാൻ നൗഫൽ കളിക്കളത്തിൽ ഇറങ്ങുന്നതാണ്. കാരണം ഞാൻ നൗഫലിനെ കുറേ നാളോട്ട് ഫോളോ ചെയ്യുന്നതാണ്. അതായത് അദ്ദേഹം സന്തോഷ് ട്രോഫി കളിക്കുന്ന സമയം മുതൽ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അദ്ദേഹമാണ് ഒരു അസിസ്റ്റ് നൽകിയതെന്ന് സന്തോഷ് ട്രോഫി വിജയിക്കാൻ കേരളം. സോ അന്ന് തൊട്ട് ഫോളോ ചെയ്യുന്നൊരു പ്ലെയറാണ് നൗഫൽ. സോ നൗഫലിനെ ഗോകുലം കേരളം എടുത്തു. അല്ലെങ്കിൽ ആ ഒരു സന്തോഷ് ട്രോഫി സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാകുന്നു. പക്ഷേ ആ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയില്ല. അത് കഴിഞ്ഞും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പറ്റിയൊരു അവസരം ഉണ്ടായിരുന്നു. എന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗോകുലം കേരളം ഉള്ളപ്പോഴും വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടേണ്ട ഒരു താരമായിരുന്നു. അത് സുഖമായിട്ട് മുംബൈക്ക്, അതായത് മുംബൈ സിറ്റി ഗ്രൂപ്പിന് ഉറപ്പായിട്ട് അറിയാം നല്ല താരങ്ങൾ ആരൊക്കെയാണ്. സോ ഒരു മനോഹരമായിട്ട് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോയി. സോ അദ്ദേഹമാണ് ഡിഫറൻസ് മേക്കർ എന്ന് തന്നെ പറയാം. അതായത് 2 ഗോൾ അടിച്ചതും അദ്ദേഹം കാരണമാണ്. അതിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ മൻസൂർ എടുത്തൊരു കോർണർ അതിൻ്റെ നൗഫലിനാണ് കൊടുത്തത്. അത് നൗഫൽ വന്ന് ക്രോസ് ഇട്ടു, അതിലൂടെയാണ് ഒരു ഗോൾ വരുന്നത്. അതും ഒരു അസിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 2ാമത്തെ ഗോളും അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ അസിസ്റ്റാണ്. രണ്ടിനും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റ് മേക്കിംഗ് ആണ്. പിന്നെ ഗോൾ അടിച്ചവരെ നമുക്ക് എന്താ പറയുക, ഉറപ്പായിട്ടും തായക് റോമയുടെ ഗോൾ വളരെ മികച്ച ഗോളായിരുന്നു. പിന്നെ സബ് ഗോൾ അടിച്ചതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ ഒരു ഗോളൂടെ തനിക്ക് ടീമിന് വേണ്ടി അടിക്കണം, തിരിച്ചടിക്കണം എന്നൊരു വാശിയിൽ നമ്മുടെ ഒരു ഗോൾ അടിച്ചു. സോ അങ്ങനത്തെ മികച്ചൊരു മാച്ച് തന്നെയായിരുന്നു. എന്തായാലും തിരിക്കാണ് ഹീറോ ഓഫ് ദ മാച്ച് കിട്ടിയത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. എൻ്റെ അഭിപ്രായത്തിൽ അത് ഉറപ്പായിട്ടും കൊടുക്കേണ്ടിയിരുന്നത് നൗഫലിനാണ്, അല്ലെങ്കിൽ ക്രോമയ്ക്കാണ്. കാരണം തായർ ക്രോമ അടിച്ച ആ ഒരു ഗോളെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അടിക്കാൻ. സോ അങ്ങനത്തെ ഒരു ഗോളാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. സോ എന്തായാലും നൗഫൽ ഒന്നര പെർഫോമൻസാണ്. എനിക്ക് ആ ഒരു സന്തോഷ് ട്രോഫിയിലെ ആ ഒരു സമയത്ത് നൗഫലിനെയും ജിജോ ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അവരുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഞാൻ വെച്ചാൽ ആ ഒരു സന്തോഷ് ട്രോഫി കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെ 2 പേരെയും ഏതെങ്കിലും ISL ടീം എടുക്കുന്നു. ബട്ട് ജിജോ ജോസഫ് അദ്ദേഹത്തെ എങ്ങും കണ്ടില്ല. അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയറാണ്. ബട്ട് നൗഫൽ അദ്ദേഹത്തിന് ഗോകുലം കേരള അവസരം കിട്ടി. അതുപോലെ പിന്നെ അദ്ദേഹം ഇപ്പോൾ മുംബൈ സിറ്റിയിലും വന്നു. സോ ഇതിൻ്റെ കരിയർ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ അദ്ദേഹം ഉറപ്പായിട്ടും കളിക്കുകയാണെങ്കിൽ അതിൻ്റെ കരിയർ നല്ലൊരു അപ്ഗ്രേഡ് തന്നെ ഉണ്ടായിരിക്കും. കാരണം ഹീസ് എ ടാലൻറ്റഡ് ബോയ് എന്ന് തന്നെ പറയണം. പിന്നെ വല്ലാത്ത ചതിയായിപ്പോയി എന്ന് പറയാൻ കാരണം ഉറപ്പായിട്ടും നൗഫലിനായിരുന്നു ആ ഒരു ഹീറോ ഓഫ് ദ മാച്ച് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് തിരിക്കാണ് കൊടുത്തത്. എന്തായാലും എന്താണ് അതിന് കാരണമെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ട് ഒരു ഇന്ത്യൻ താരം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഈ ഒരു ലീഗ് തുടങ്ങിയത്. സോ അവർക്കായിരിക്കണം ഹീറോ ഓഫ് ദ മാച്ച് തുടങ്ങിയ അവാർഡ്സ് കൊടുക്കാൻ വേണ്ടി. സോ എന്തായാലും അദ്ദേഹത്തിന് കൊടുക്കാതെ ചെറിയ വിഷമമുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.